ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. ഞങ്ങൾ ശരിയല്ലെന്ന് കണ്ടപ്പം പിന്നെ ഏട്ടൻ വേറെണ്ണനെ വിളിച്ചു കേട്ടോ. വേറെണ്ണൻ വയലിൽ കുറച്ച് വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ വാഴയിൽ എന്തോ ചെറിയ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നേ. അങ്ങനെ എങ്ങനെയൊക്കെയൊക്കെയോ റെഡിയാക്കി കേട്ടോ. ഇനി ഇത് കുളത്തിലേക്ക് ഇടുന്ന ചടങ്ങാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇതാ കുളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. അവർ 3 കൂടിയപ്പം എനിക്ക് സ്ഥലമില്ലെങ്കിലും കയറ് പിടിക്കലും പൈപ്പ് പിടിക്കലൊക്കെ ആയിട്ട് ഞാനും പുറകെ കൂടിയിട്ടുണ്ട്. അങ്ങനെ മോട്ടർ എങ്ങനെയൊക്കെയോ താഴേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. താഴെ ഇട്ടു എന്നല്ല, കുളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പ് വരുന്നുണ്ട് കേട്ടോ. രാവിലെ 2 ദോശയും തിന്നിട്ട് വന്നതാണ്. സമയം 1 മണിയും കഴിഞ്ഞ് 1:30 ആയി. എൻ്റെ ദൈവമേ, വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഇതാണ്. എൻ്റെ അപ്പോ മോട്ടർ കുളത്തിലേക്ക് ഇട്ട മതി ഞാൻ ഓടി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അത്രത്തോളം വിശന്ന് പൊരിഞ്ഞു പോയിട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അലക്കിയിട്ടു. ഇനി കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എന്താണെന്നല്ലേ, കുറച്ച് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് വൃത്തിയാക്കാനുണ്ട്. എന്തിനു തിന്നുന്നേ? ഞാൻ മീൻ വെട്ടുമ്പോഴേക്കും അമ്മ കുറച്ച് നുള്ളിപ്പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഇഷ്ടം പൊരിനോടാട്ടോ. അങ്ങനെ മീനെല്ലാം പൊരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കുകയാണ്. രണ്ടു പേർക്ക് മുള്ള് കഴിച്ച് തിന്നാൻ അറിയില്ല കേട്ടോ. അപ്പോൾ 2 പേർക്ക് മുള്ളൊക്കെ കഴിച്ചു കൊടുത്തപ്പോഴേക്കും എനിക്ക് ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. ചുമ്മാ പറഞ്ഞാണ്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചേച്ചി അനിയത്തി അടി ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചീനെ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ, എൻ്റെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തക്കുട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം എടുത്തത് അവളുടെയാണ്, പക്ഷെ അവൾ സമ്മതിക്കില്ല. അടി നടക്കുന്നു തന്നെ ഫോൺ ഓഫാക്കിയാൽ പിന്നെ പ്രശ്നം കഴിയുമല്ലോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ചേമ്പിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചേമ്പൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. രാവിലെ ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയത്, അരിൻ്റെ ഉപ്പുമാവാട്ടോ. ഇന്നിപ്പം വലിയ വീഡിയോ ഒന്നുമില്ല. ഇന്നിപ്പോൾ പണിക്കാരുണ്ട്, വയലിൽ വാഴയ്ക്ക് വളമിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചോറ് വേണം. അപ്പോൾ അതൊക്കെ ആക്കാനുണ്ട്. മുരിങ്ങയും തക്കാളിയും കൂടിയിട്ടുള്ള കറി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറി വറവിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഉപ്പേരി വറക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഒന്നിച്ചങ്ങ് കറി വറവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേമ്പിൻ്റെ ഉപ്പേരിയാണ്. ചേമ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക് ചീന്തിയിട്ടു. അതൊരു വിസിലടിച്ചു കേട്ടോ. എളുപ്പമാകാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടതാണ്. പണിക്കാരുണ്ട്, അവർക്ക് വേഗം ആകണം. അവർ 9 മണി ആകുമ്പോഴേ വരുള്ളൂ. പക്ഷെ 9:30 9:45 ആകുമ്പോഴേക്കും ചിലപ്പോൾ ചോറ് ചോദിക്കും കേട്ടോ. അപ്പോൾ വേഗം ആട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലിട്ടതാണ് കേട്ടോ. അതുമാത്രമല്ല, മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടണം. കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വേഗം ചോറിന് അരി ഇട്ട് കഴിഞ്ഞാൽ പകുതിയെങ്കിലും വേകുമല്ലോ. അപ്പോൾ ചോറിൻ്റെ പാത്രം മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ഉപ്പേരിയൊക്കെ ആക്കി പെട്ടെന്നാവുമല്ലോ. താളിക്കാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വെള്ളം ഒന്ന് ഇച്ചിരി ഉള്ളത് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ചീനച്ചട്ടിയിൽ അടുപ്പിൽ വെച്ചത് കേട്ടോ. അപ്പോൾ അതായി. ഇനിയിപ്പോൾ ചോറ് തിരിച്ച് അടുപ്പിലേക്ക് മാറ്റണം. അങ്ങനെ രാവിലത്തെ ജഗപൊക പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കളയിലെ പണി കഴിഞ്ഞാൽ തന്നെ ഒരു 90% സമാധാനമാവും. അങ്ങനെ ഒരുവിധം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാനില്ല. ഇനിയിപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുണ്ട്, പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട്. അത് കഴിയുമ്പോഴേക്കും എനിക്ക് വിശക്കും. അപ്പം ഞാൻ ചോറിനും. അത് കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമാകും. അങ്ങനെ അന്നത്തെ ദിവസം പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നെല്ലൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒത്തിരി വെയിൽ കുറവുണ്ട് കേട്ടോ. ചെറിയൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്. നെല്ല് പുഴുങ്ങുന്ന ദിവസം പിന്നെ മുറ്റത്ത് തന്നെയായിരിക്കും ഡ്യൂട്ടി കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.